ഉണ്ണിയേട്ടന്റെ കൂടെ ഇല്ലതാരാ? ഓ ഇതോ, ഇതെന്റെ ഫ്രണ്ടാ മോളെ. അതെന്താ ഉണ്ണിയേട്ടന് ഞാനല്ലാതെ വേറെ ഫ്രണ്ട്? വേണ്ട, ഉണ്ണിയേട്ടന് വേറെ ഫ്രണ്ട് വേണ്ട. എടാ ഉണ്ണി, ഇതെന്താ ഇങ്ങനെ? എനിക്കറിയില്ലടാ. ഉണ്ണിയേട്ടൻ പറ, ഉണ്ണിയേട്ടന് ഞാൻ മാത്രമേ ഫ്രണ്ട് ഉള്ളൂന്ന്. എന്തെന്ന്? ഉണ്ണിയേട്ടന്റെ ഫ്രണ്ട് ഞാനല്ലേ, ഉണ്ണിയേട്ടന് വേറെ ഫ്രണ്ട് വേണ്ട. എടാ ഇതെന്താ ഇങ്ങനെ? നീ ഒരു കാര്യം ചെയ്യ്, അവളോട് പറ നീ അവളുടെ മാത്രം ഫ്രണ്ടാന്ന്. എങ്ങനെയെങ്കിലും അതിനൊന്ന് ഒഴിവാക്കി വിടറാ. അങ്ങനെ ചെയ്യാലേ? കൺമണി മോളെ നോക്കിയേ. എന്താ ഉണ്ണിയേട്ടാ? ഉണ്ണിയേട്ടൻ മോളുടെ മാത്രം ഫ്രണ്ടാ കേട്ടോ. സത്യേട്ടോ? ആ മോളെ, ഞാൻ മോളുടെ മാത്രം ഫ്രണ്ടാ. കേട്ടോടാ ഉണ്ടക്കണ്ട, ഏട്ടാ എന്റെ മാത്രം ഫ്രണ്ടാ. ഇറങ്ങി പോടാ. അല്ലടാ, ഇതെന്താ സംഭവം? എടി ഉണ്ടപ്പക്രു, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നിനക്കെന്താ പ്രശ്നം? എന്റെ ഉണ്ണിയേട്ടൻ്റെ കൂടെ ഇരിക്കണ്ട, ഇറങ്ങി പോടാ. ഡാ ഉണ്ണി, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ഞാൻ പറഞ്ഞേക്കാം. ആ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? വാ മക്കളെ, ഭക്ഷണം കഴിക്കാലോ. അല്ല ഇതെന്താ എല്ലാരും ദേഷ്യം പിടിച്ചോ നിൽക്കുന്നേ? ആന്റി ഉണ്ടക്കണ്ണനെ ഉണ്ടപ്പക്രു വിളിച്ചേ. ആരാ എന്റെ കുഞ്ഞിന് ഉണ്ടപ്പക്രു എന്ന് വിളിച്ചേ? ആന്റി ഞാനാ വിളിച്ചേ. ഇനി എന്റെ കുഞ്ഞിന് ഉണ്ടപ്പക്രു എന്ന് വിളിക്കരുത് കേട്ടോ. ആന്റി മോള് വാ, മോക്ക് വിശക്കുന്നില്ലേ? ഉണ്ട്, മോക്ക് വിശക്കുന്നുണ്ട്. മോളെ ഉണ്ണിയേട്ടനോട് കഴിക്കാം. എന്നാ എല്ലാരും വാ, എല്ലാവർക്കും ഭക്ഷണം വിളമ്പിച്ചിട്ടുണ്ട്. അല്ല മോനെ, മോനെ എന്തിനാ അവൾ ഉണ്ടപ്പക്രു എന്ന് വിളിച്ചേ? അത് എന്നോട് റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടാ ആന്റി. അവൾക്ക് ലേശം കൊടുത്തേക്കേടുള്ളതാ, അതുകൊണ്ട് മോനെ അത് കാര്യാക്കണ്ട കേട്ടോ. ആന്റി ശരി. നിങ്ങൾ വാ, നിങ്ങളുടെ ഭക്ഷണം തണുത്തു പോകും. അല്ല ആന്റി, ആന്റി കഴിച്ചോ? ഞങ്ങൾ എല്ലാരും കഴിച്ചു. ഇനി നിങ്ങൾ മൂന്നാൾ മാത്രമേ കഴിക്കാൻ ബാക്കിയുള്ളൂ. അപ്പം ബാക്കി എല്ലാരും അവരവരുടെ കാര്യം സേഫ് ആക്കിയല്ലേ? ഗീതേച്ചി ഞങ്ങളോട് പറഞ്ഞു നേരത്തെ തന്നെ കഴിച്ചോളാൻ. അമ്മയ്ക്കറിയാം ലേറ്റ് ആയി പോയാൽ ഭക്ഷണം ഒന്നും കിട്ടില്ലാന്ന്. അപ്പൊ നീ നേരത്തെ പറഞ്ഞ കാര്യം ഉള്ളത് തന്നെയാ? നീ ഇപ്പൊ നേരിട്ടാണല്ലോ. അല്ല മക്കളെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഞങ്ങൾക്ക് ഫുഡ് ഇവിടെ തന്നാൽ മതി ആന്റി. ശരി, പക്ഷെ സോഫയൊന്നും വൃത്തിയാക്കാൻ പാടില്ല. കൺമണി കേട്ടുള്ള സോഫയൊന്നും വൃത്തിയാക്കാൻ പാടില്ല. അതിന് ഞാൻ വൃത്തിയാക്കാറില്ലല്ലോ. ഞാൻ പോയി നിങ്ങളുടെ ഫുഡ് എടുത്തിട്ട് വരാം. ഇതിന് കളയാ. ഇത് ഇത്ര പെട്ടെന്ന് തീർന്നോ? ആന്റി എനിക്ക് നീ വേണം. ഇതാ മോളെ. ആന്റി എന്റെ കഴിഞ്ഞു. അല്ല കഴിഞ്ഞൂന്നോ? ഞാനിപ്പോ പാത്രം കൊടുത്തിട്ട് ഇങ്ങ് തിരിഞ്ഞല്ലേ ഉള്ളൂ. ആന്റി എനിക്ക് നീ വേണം. എടാ നീ നേരത്തെ പറഞ്ഞ ശരി തന്നെയാണല്ലേ. ഞാനിപ്പോ എടുത്തിട്ട് വരാം. അല്ല ഇതെന്തെല്ലാം സംഭവിക്കുന്നത്? ഞാനൊന്ന് തിരിഞ്ഞപ്പോഴേക്ക് ഇത് മൊത്തം തീർന്നോ? എടാ ഉണ്ണി, നീ ഒന്ന് നോക്കിക്കേ. നമ്മൾ ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും 5 ബിരിയാണി കഴിച്ചല്ലോ. എല്ലാരും മിടുക്കന്മാരെ കഴിച്ചല്ലോ. എല്ലാരും കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പായസം എടുക്കട്ടെ? അയ്യോ ആന്റി, എനിക്ക് പായസം വേണ്ട. വയറ് നിറഞ്ഞു പൊട്ടാറായി. എനിക്കും പായസം വേണ്ട, കുറച്ച് വെള്ളം മതി. ആന്റി ഇവർക്കൊന്നും പായസം വേണ്ടെങ്കിൽ ഇവരുടെ പായസം കൂടി എനിക്ക് തരുമോ? എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങുന്നേ. ഉണ്ണി നമുക്ക് നാളെ കാണാം. അല്ല, ഞങ്ങൾ പോകുന്നോണ്ടാണ് എല്ലാരും പുറത്തു നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇത്ര വലിയ യാത്രയൊന്നും വേണ്ട കേട്ടോ. നീ ഒന്നും മിണ്ടാതിരിക്കുവണ്ണേ. ഞങ്ങളിപ്പോ ഇറങ്ങാൻ പോവുകയാ. ഇന്ന് ലീവാക്കിയത് കൊണ്ട് എന്തായാലും നാളെ ഡ്യൂട്ടിക്ക് വരണം. എന്നാ ശരിയേ, പിന്നെ കാണാം. ഞാനൊരു ദിവസം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അതിനെന്താ, തീർച്ചയായും വന്നോളൂ. എന്നാൽ ശരി, ഞങ്ങൾ പോകുന്നേ. മക്കളെ വേഗം വന്നാട്ടെ, ഉപ്പ ഇപ്പൊ വരും. ചേച്ചി ഞങ്ങളിപ്പോ ഇറങ്ങാൻ പോവുകയാ. ചേച്ചി മോൾ ഞങ്ങളുടെ കൂടെ തന്നെ വന്നോ? നിങ്ങൾ എന്റെ വീട്ടിൽ കൊണ്ടിറക്കില്ലേ? ചേച്ചിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകും. പിന്നെ കൺമണി മോളെ രാജ്യത്തേക്ക് ഇവിടെ ഉണ്ടാവേ. അല്ല ചേച്ചി, അപ്പൊ ചേച്ചി പോകുമ്പോ കൺമണി മോളെ കൂട്ടുന്നില്ലേ? മോക്ക് ഒരേ നിർബന്ധം ആ കുഞ്ഞേട്ടൻ്റെ കൂടെ നിൽക്കണമെന്ന്. അല്ല ചേച്ചി, കൺമണി മോക്ക് അംഗൻവാടിയല്ലേ ഉള്ളതല്ലേ? അതിനെന്താ, അംഗൻവാടിയല്ലേ? IAS ഒന്നല്ലോ. അല്ല ചേച്ചി ദേവുനോട് ചോദിച്ചായിരുന്നോ? അല്ല, ഞാൻ ദേവുനോട് എന്താ ചോദിക്കണ്ടേ? ഉണ്ണി ഇവിടെയല്ലേ താമസിക്കുന്നേ? അപ്പോൾ കൺമണി മോക്ക് ഒരാഴ്ച ഇവിടെ നിന്നാലെന്താ? അയ്യോ ചേച്ചി, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. എനിക്ക് ആകെയുള്ളത് ഒരു ആംഗ്ലയാ. എന്റെ ഭർത്താവിനാണെങ്കിൽ അനിയനോ പെങ്ങളോ അങ്ങനെ ആരുമില്ല. അവൾക്ക് ആകെ കസിൻ എന്ന് പറയാനുള്ളത് ഉണ്ണി മാത്ര. എന്നിട്ട് ആ ഉണ്ണിയുടെ കൂടെ ഒരാഴ്ച താമസിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യമില്ലാത്ത പോലെ. ചേച്ചി, ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. കൺമണി മോൾ ഇവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. ദേവു, പിന്നൊരു കാര്യം, മോൾക്ക് ഭക്ഷണ കാര്യത്തിൽ ഭയങ്കര കൃത്യനിഷ്ഠയാ. കറക്റ്റ് സമയത്തിന് തന്നെ അവൾക്ക് ഭക്ഷണം കഴിക്കണം. അത് ദേവു ഒന്ന് ശ്രദ്ധിച്ചോണേ. ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ വാ ചേച്ചി, ഇറങ്ങാം. അല്ല, കൺമണി മോൾ എവിടെ? അവളെ കണ്ടില്ലല്ലോ. മോളോ? അവൾ അകത്തിരുന്ന് ബാക്കിയുള്ള കേക്ക് കഴിക്കുന്നുണ്ട്. ഇനി ആരും എന്തായാലും കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അങ്ങനെ ഒരാഴ്ചത്തേക്ക് എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഉണ്ണിക്കുട്ട, അച്ഛനും അമ്മയെല്ലാം പോവാണേ. നല്ല മിടുക്കനായിട്ടിരിക്കണം. കൺമണി മോളെ ശ്രദ്ധിക്കണേ. ഞാൻ ശ്രദ്ധിച്ചോളാം.